ഈ മാവിലെ കഴിഞ്ഞ പ്രാവശ്യം നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ പൂക്കാനാകുന്നല്ലേ ഉള്ളൂ. ഇത്തവണയും കിട്ടും. ആ ഇത് കൊറേ തക്കാളി ഉണ്ടല്ലോ അമ്മേ, ഇതൊക്കെ പറിക്കാനായല്ലോ. അത് പറിക്ക, കുറച്ച് കഴിയട്ടെ. വേറെയും കുറച്ച് പണിയുണ്ട് ഇവിടെ. ഈ പുല്ലൊക്കെ ഒന്ന് ചെത്താനൊക്കെ ഉണ്ട്. മോക്ക് ബദാം ഇഷ്ടാണോ? അവിടെ കൊറേ ഉണ്ട്, നമുക്ക് അവിടെ ചെന്ന് പറിച്ചാലോ? വേണ്ടമ്മേ, അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോയി പറിക്കാം. എന്താ പരിപാടി? അമ്മായിമ്മയും മരുമോളും കൂടി. ഇതാര്, നീയോ? ഞങ്ങൾ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ വെറുതെ ഒന്ന് ഇറങ്ങിയതാ പുറത്തേക്ക്. അല്ല, നീ എന്താ ഈ പറയാണ്ട് വന്നത്? നമുക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ എനിക്കിങ്ങനെ എല്ലാവരോടും പെർമിഷൻ ചോദിച്ചിട്ട് വേണം വരണമെങ്കിൽ, അല്ലാണ്ട് വരാൻ പറ്റൂല? അതോ ഇനി പുതിയ മരുമോള് വന്നെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വേറെ ആർക്കും കയറാൻ പറ്റില്ലെന്നുണ്ടോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? വാ, അകത്ത് കയറ്. മോള് വാ, വാ കേറ്. ആ ചായ കുടിക്കേ. ആ, അവിടെ വെച്ചമ്മ. നിഷമോളെയും വിളിച്ചോ ചായ കുടിക്കാൻ? അവള് മേലെ ഉണ്ട്. അതെന്താ, പോയി വിളിച്ചിട്ട് വേണം ആള് വരാൻ? അല്ലാണ്ട് അവൾക്ക് വന്ന് ചായ കുടിക്കാൻ അറിയില്ല? ഓ, അതൊന്നും അല്ല. എനിക്ക് ആ സ്റ്റെയർ കേസ് കയറിയിട്ട് മേലെ പോവാൻ വയ്യ, അതുകൊണ്ടാ. നീ ചെന്നൊന്ന് വിളിക്കവളെ. അമ്മ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്താ ഇവിടുത്തെ ജോലിക്കാരിയാ? എനിക്ക് അവളല്ലേ ചായ എടുത്തുകൊണ്ട് തരേണ്ടത്? അവളെ ഒന്ന് ചായ കുടിക്കാൻ വിളിച്ചെന്ന് വിചാരിച്ചു നീ ഇവിടുത്തെ ജോലിക്കാരിയൊന്നും ആകുന്നില്ല. നിന്നെ പോലെ തന്നെയല്ലേ അവളും? അങ്ങനെയാണെങ്കിൽ കുറെ ദിവസങ്ങൾക്ക് ശേഷമല്ലേ ഞാൻ ഇവിടെ വരുന്നത്. എന്നിട്ട് അവളെവിടെ? നാത്തും വന്നിട്ടുണ്ടെങ്കിലേ കുറച്ച് മര്യാദകളൊക്കെ ഇല്ലേ, അതൊന്നും അവൾക്ക് അറിയില്ല. ഓ എന്റെ മോളെ, ഞാൻ അവളെ നിന്റെ റൂമേ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് മേലേക്ക് പറഞ്ഞു വിട്ടതാ. അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുക. കല്യാണം കഴിഞ്ഞ സമയത്തെ കുറെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന്റെ ഇടയ്ക്ക് വേറെ ടേബിളും കുറെ പേപ്പറും ബുക്കും ഒക്കെ അതിന്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയ മരുമോള് വന്ന് കയറിയത് കൊണ്ട് മോളെ റൂമിൽ ഉള്ള വേസ്റ്റ് മുഴുവൻ കൊണ്ടിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അല്ലേലും അങ്ങനെ തന്നെ. ഈ കല്യാണം കഴിഞ്ഞ് പോയെന്ന പെൺപിള്ളേർക്കില്ലേ സ്വന്തം വീട്ടിൽ ഒരു വിലയും ഉണ്ടാവില്ല. ആങ്ങളേന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമില്ല. നിനക്ക് എന്താണ് ഇത്? വന്നപ്പോ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ അവളോട് ഭയങ്കര ദേഷ്യവും കുശുമ്പോ ഒക്കെ. നിന്നെ പോലെ തന്നെയല്ലേ അവളോ? കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് വന്ന കുട്ടിയല്ലേ? നമ്മളൊക്കെ തന്നെയല്ലേ ആ കുട്ടിക്ക് ഇവിടെ ഉള്ളത്? ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിഷമാവൂലേ? എന്നാ അമ്മ എന്നെ പോലെ കണ്ട അവളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ അമ്മയ്ക്ക് നല്ല പണി തരും. അമ്മ, മരുമകൾ എന്നും മരുമോള് തന്നെയാ, മോളെന്നും മോളാ. അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാൽ ഞാനേ ഉണ്ടാവും, അല്ലാണ്ട് അവളൊന്നും ഒന്നും ചെയ്തു തരൂല. സ്വന്തം അമ്മേനോടുള്ള സ്നേഹം ഒരിക്കലും അമ്മായിയമ്മേനോട് ഒരു പെൺകുട്ടികളും കാണിക്കൂല. ഇപ്പോഴേ അവക്ക് അമ്മേന്റെ സപ്പോർട്ട് നല്ല ആവശ്യമാണ്, അതുകൊണ്ട് ഇങ്ങനെ പാവത്തരം കാണിക്കുന്നതാ. ഇതിൽ അമ്മ ഇപ്പൊ വീണ് പോയിട്ടുണ്ടെങ്കിലേ പിന്നീട് അമ്മ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. സ്നേഹം കൊണ്ട് പറയുന്നതാ, പറ്റാണെ മനസ്സിലാക്ക്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? ആ, അങ്ങനെ ചോദിക്കും. ആദ്യം ഈ ചായ കൊണ്ടും ഭക്ഷണം കൊണ്ടും ഈ പുറകെ പോകുന്ന പരിപാടിയില്ലേ, അതമ്മ നിർത്തണം. പിന്നെ അവൾ എത്ര മണിക്കാ രാവിലെ എണീക്കുന്നത്? അവളൊരു 6:30 6:45 ആകുമ്പോ എണീറ്റ് വരും. അതന്നെ വലിയൊരു തെറ്റല്ലേ? കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ വന്ന് പെണ്ണ് 6:30ക്കാണ് എണീക്കുക. 5 മണിക്ക് എഴുന്നേപ്പിക്ക്. 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? ഞാൻ പോലും എണീക്കില്ല ആ സമയത്ത്. അമ്മ എഴുന്നേക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വിട്ടേക്ക്, റൂൾസ് ഉണ്ടാക്ക്. രാവിലെയുള്ള അടുക്കളയിലെ പണിയില്ലേ, അത് മുഴുവൻ അവള് ചെയ്യട്ടെ. പിന്നെ ഈ അടിക്കലും തുടക്കലൊക്കെ അല്ലേ ഉള്ളൂ, അതും അവള് ചെയ്യട്ടെ. തുണി അലക്കാൻ മെഷീൻ ഉണ്ടല്ലോ. അമ്മ വല്ല കൈവേദനയോ കാലുവേദനയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് മിണ്ടാതിരുന്നോ? അവള് പണിയെടുക്കട്ടെ. എടി, നിന്നെ പോലെ തന്നെയുള്ള ഒരു കുട്ടിയല്ലേ അവളും? ഈ വീട്ടിലെ പണി മുഴുവൻ അവളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കുക? എന്നെ പോലെയോ അമ്മേനെ പോലെയോ അല്ല അവള്. അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മോളെ മോളെ എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് ഓരോന്നോരോന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലേ അവസാനം ഈ വീട്ടിലെ പണി മുഴുവൻ അവൾ അമ്മേനെ കൊണ്ട് എടുപ്പിക്കും. അവസാനം എല്ലാം ചെയ്തു കൊടുത്തിട്ട് വല്ല വയ്യായികം വന്ന് കിടന്നിട്ടുണ്ടെങ്കിലേ ഒരു ഗ്ലാസ് വെള്ളം പോലും അമ്മയ്ക്ക് അവളെ നിന്ന് കിട്ടൂല. പറഞ്ഞില്ലാന്ന് വേണ്ട. ഈ ചായ തൽക്കാലം അമ്മ കുടിക്കുക, അവള് വേണമെങ്കിൽ വേറെ ഉണ്ടായി കുടിക്കട്ടെ. ഏറ്റുന്നാ തോന്നുന്നേ.
തൽക്കാലം ഇത്രയും മതി. കല്യാണത്തിന്റെ സമയത്ത് വിചാരിച്ചതാ ഇത് ഇവിടേക്ക് ഒന്ന് ഫോൾ സീലിംഗ് ചെയ്യണമെന്ന്. പിന്നെ അന്ന് നല്ല ഹറിബറി ആയിരുന്നില്ലേ, അതാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. ഇത് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് എന്തിനാ ഓരോന്ന് ചെയ്ത് കൂട്ടണേ? ഇത്രയൊക്കെ ചെയ്തില്ല, ഇതൊന്നും ധാരാളം. വെറുതെ എന്തിനാ പൈസ കൊണ്ട് കളയണേ? ഞാൻ ആൾക്കാരെ കാണിക്കാനോ പൈസ കളയാനോ വേണ്ടിയിട്ടൊന്നുമല്ല. കുറെ കാലമായിട്ട് വിചാരിക്കുന്ന ഈ വീടൊന്ന് റിനോവേഷൻ ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ താമസിക്കുന്ന വീടല്ലേ, അത് നമ്മുടെ ഇഷ്ടത്തിനാക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷെ അതിനുള്ള സമയം ഇവിടെ ഒത്തു വരുന്നില്ല. പിന്നെതാ ഇവിടെ എന്തൊക്കെയോ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഓ അങ്ങനെ. എന്നാ പിന്നെ ചെയ്യേണ്ടത് അത്യാവശ്യം. ഇപ്പൊ പിന്നെ എല്ലാ വീടുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നല്ല രസം ഉണ്ടാവും നമ്മുടെ വീടിനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ. നമുക്കിവിടെ നന്നായിട്ടൊന്ന് ഫോൾ സീലിംഗ് ചെയ്യാം. പിന്നെ ടിവിന്റെ പുറകില് ബോർഡ് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഡോറിനൊക്കെ ഫ്രെയിം ഇടുക. ആ സ്റ്റെയർ കേസിന് താഴെ കബോർഡ് ഇടുക. പിന്നെ കുറെ ചെടികളൊക്കെ വെക്കുമ്പോൾ തന്നെ ഒരു ലിവിംഗ് റൂമിന് തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും. ഇതൊക്കെ എന്റെ കുറച്ച് ഐഡിയാസ് ആണ് കേട്ടോ. നിമിഷയ്ക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഓ ഞാനൊക്കെ എന്ത് പറയാനാ, തീരുമാനം പിന്നെ നാത്തൂന്റെ ആവുമ്പോഴേ. അപ്പൊ എനിക്കൊന്നും പറയാനില്ലല്ലോ. നാത്തൂൻ പറഞ്ഞാ പിന്നെ ഏട്ടനും മറുവാക്കില്ല, അതെനിക്ക് മനസ്സിലായി. നീ എന്താണ് ഇങ്ങനൊക്കെ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറ. ഇല്ല ഏട്ടാ, എനിക്ക് അഭിപ്രായങ്ങളൊന്നും ഇല്ല. ഞാനൊക്കെ ഇപ്പൊ പുറത്തുനിന്നുള്ള ആളായില്ലേ. എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങളെ കാണാൻ നോക്കുമ്പോ വരുന്നു പോണു, അത്ര തന്നെ. എന്തായാലും പ്ലാനും ഡിസ്കഷനും ഒക്കെ നിങ്ങൾ തമ്മിലാകട്ടെ. ഞാൻ അടുക്കളയിൽ പോട്ടെ, അമ്മ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക. അമ്മ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ വിചാരിച്ചു അടുക്കളയിൽ എന്തെങ്കിലും പണിയിലായിരിക്കുന്ന. അടുക്കളയിൽ എന്ത് പണി? രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടാളും കൂടി അടുക്കളയിലെ പണി മുഴുവൻ തീർത്തു. ഇനിയിപ്പോ വൈകുന്നേരം എന്തെങ്കിലും ചായന്റെ പണി നോക്കണം, അത്രേ ഉള്ളൂ. ഓ മരുമോളെ കുറിച്ച് പറയാൻ 100 നാവ്. താഴെ എന്തൊക്കെയാ നടക്കുന്നത് വല്ല കാര്യം അമ്മ അറിയുന്നുണ്ടോ? താഴെ എന്ത് നടക്കണ്? നിങ്ങളെല്ലാം എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കണ്ടത്. താഴെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചൊക്കെ ശരിയാ. അതുകൊണ്ടല്ലേ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയത്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നാത്തൂനാണല്ലേ? നാത്തൂനോ? അവളെന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ? നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ വീടൊക്കെ എന്തോ മോടി പിടിപ്പിക്കാനൊക്കെ പോവാണത്ര. ഇതൊന്നും അമ്മ അറിഞ്ഞില്ല. ഓ അതോ, അത് അവന്റെ കല്യാണത്തിന്റെ സമയത്തെ അവനിവിടെ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സമയമൊന്നും കിട്ടിയില്ലേ. അതാണോ അപ്പൊ നീ പറയുന്നത്? അത് സമയം കിട്ടാണ്ട് ചെയ്യാതിരുന്ന ഒന്നും അല്ല. നാത്തൂന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് അത്ര. അപ്പൊ അവൾ ഇവിടെ വരാൻ വേണ്ടിട്ട് കാത്തിരുന്നതാ. അങ്ങനെയാണെങ്കിൽ അവളെ പ്ലാനിനനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ. ഇതൊക്കെ രണ്ടാളും കൂടി എന്നോട് വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്നോടല്ലല്ലോ പറയണ്ട, അമ്മേനോടല്ലേ പറയണ്ടേ. അപ്പൊ അവള് പറയാ, അമ്മയൊക്കെ പഴഞ്ചനല്ലേ, ഈ കാര്യങ്ങൾ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ എന്ന്. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞോ? സത്യം പറഞ്ഞ അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമമായി. അമ്മ അവളെ എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നില്ലേ, എന്നിട്ടും അവളിങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാല്. അതുകൊണ്ടാ ഞാന് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നത്. പല കുടുംബങ്ങളിലും കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആൺമക്കൾക്ക് അമ്മയും വേണ്ട കുടുംബവും വേണ്ടാന്ന്. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റാ അവരോട് ചെയ്യുന്നത്? രണ്ടാളും ഞാൻ പൊന്നുപോലെയല്ലേ സ്നേഹിക്കുന്നത്. സാരല്ല, അമ്മ ഇതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ആരോടും ചോദിക്കാനും പറയാനും പോവൊന്നും വേണ്ട. പിന്നെ അധികം മുഖം കൊടുക്കൊന്നും വേണ്ട അവക്ക്. പിന്നെ പ്രത്യേകിച്ച് ഈ വീട്ടിന്റെ അധികാരല്ലേ, അതമ്മ ഒരിക്കലും അവക്ക് വിട്ടുകൊടുക്കരുത്. ഇവിടെ എന്ത് നടക്കുകയാണെങ്കിലും അത് അമ്മ അറിഞ്ഞിട്ട് മാത്രം നടന്നാൽ മതി. നിന്റെ ഡ്രസ് ഇവിടെ വെച്ചിട്ട് പോയിരിക്കുന്നത്? നിങ്ങൾ മറന്നതാണോ? എടി, നിന്റെ ഡ്രസ് എന്താ നീ കട്ടിൽ തന്നെ വെച്ചിരിക്കുന്നത്? അതെടുത്ത് നിന്റെ റൂമിൽ വെക്ക്, അല്ലെങ്കിൽ പോകാൻ നേരത്ത് നീ മറന്നു പോകും. അതെനിക്ക് വേണ്ട ഏട്ടാ, ഞാൻ അവിടെ വെച്ച് തന്നെയാ. അതെന്താ വേണ്ടാത്തെ? അത് നിനക്ക് വേണ്ടി വാങ്ങിയതല്ലേ? അതൊക്കെ ഉള്ള തന്നെയാണ്.
ഏട്ടന്റെ നല്ല മനസ്സിന് ഏട്ടനത് വാങ്ങി. പക്ഷെ എല്ലാരും മനസ്സും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. എന്താണ് പ്രശ്നം? എന്താ പറ്റിയത്? അത് ഏട്ടനും ചോദിക്കാനൊന്നും പോണ്ട, ഞാന് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാ. ഏട്ടന്റെ ഒരു ഡ്രസ്സ് കിട്ടാന്ന് പറഞ്ഞത് എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമെന്നറിയോ. അതുകൊണ്ടാ ഞാന് നിഷേനെ ആ ഡ്രസ്സ് കാണിച്ച് ചോദിച്ചേ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അവള് ഒന്നും പറയാണ്ട് ഒരുമാതിരി മുഖം കറുപ്പിച്ചങ്ങ് പോയി. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെങ്കിൽ എന്താ, ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, അതിനു വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നു. അവൾ അങ്ങനെ പറഞ്ഞോ? അവൾ അങ്ങനൊന്നും പറയില്ലല്ലോ. എന്തായാലും നിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ അവളോട്. ഏട്ടൻ ഇനി ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട. അഥവാ ചോദിച്ചു തന്നെ ഇല്ലാന്നേ പറയൂ. വെറുതെ എന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ടാകരുത്. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആങ്ങളമാര് പെങ്ങന്മാരെ സ്നേഹിക്കണമൊന്നും അധികം പെൺകുട്ടികൾക്ക് ഇഷ്ടാകാറില്ല. അതിപ്പോ നിഷേന്റെ കുറ്റമൊന്നും അല്ല. ഇത് മാത്രമൊന്നും അല്ല ഏട്ടാ, വന്ന പോലെ ഞാൻ ശ്രദ്ധിക്കുന്നതാ. നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമ്പോ എന്നോട് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നല്ലാണ്ട് നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാല് എന്നോട് സംസാരിക്കാനോ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മറുപടി പറയാനോ ഒന്നും നിഷയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനിവിടെ നിക്കണേന് അവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നത്. ഒരു അനിയത്തിനെ കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അതെന്താ അങ്ങനെ? എന്താണ് ഞാൻ ഒരു ബിഹേവിയർ ശരിയല്ലല്ലോ? അതൊന്നും സാരല്ല. ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോട്ടെ. അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയുള്ളു. എടീ, നീ തൽക്കാലം ഇന്ന് വീട്ടിലേക്ക് പോകാൻ നിൽക്കൊന്നും വേണ്ട. ഇത് നിന്റെയും കൂടെ വീടല്ലേ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനില്ല ഇവിടെ. നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്. അത് ഞാനും നോക്കട്ടെ അവള് നിന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അങ്ങനെ എല്ലാം കണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കണ്ടാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന വേണ്ടേ? ഏട്ടാ, രണ്ടാളും ഭക്ഷണം കഴിക്കാൻ വാ. ഇല്ല, നിനക്ക് വിശക്കാണെങ്കിൽ നീ കഴിച്ചോ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടിരുന്നോളാം. നീ അങ്ങോട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട്? ഞാൻ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ. ഇവിടെ ഞാൻ നിന്നിട്ട് എന്തിനാ? നിങ്ങൾ ഒരാൾ എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണോ ചിരിക്കണോ ഒന്നുമില്ലല്ലോ. ഇതുവരെ ഇവിടെ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ. ഇത് നിമിഷം അന്ന് തുടങ്ങിയതാ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് പ്രശ്നങ്ങള്. ഇതിപ്പോ അവള് ഇവിടെ ഉള്ളതുകൊണ്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, അത് പറഞ്ഞാ പോരെ? എന്തിനാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നിൽക്കുന്നത്? അത് തന്നെയാണെന്ന് വിചാരിച്ചോ? ഇതിപ്പോ എത്ര ദിവസമായിരുന്നറിയാം അമ്മ എന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ട്. അമ്മയും നിമിഷം കൂടി സംസാരിച്ചു നോക്കുമ്പോൾ ഞാൻ അടുത്ത് നിന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും സംസാരം നിർത്തി അവരെ വഴിക്കങ്ങ് പോകും. ഏട്ടനും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ്. ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നോട് ദേഷ്യപ്പെട്ട് നടക്കല്ലേ. ഇത് അവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? അതിനുള്ള കാരണങ്ങൾ നീയല്ല ഉണ്ടാക്കിയത്, അല്ലാണ്ട് ഞങ്ങളാരും അല്ലല്ലോ. ഞാനോ? ഞാൻ നിങ്ങളോടൊക്കെ എന്താ ചെയ്ത് എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറാൻ? ഒന്നും ചെയ്തില്ല. ഒന്നും പറയണ്ടെന്ന് വിചാരിക്കും നീ എന്നോട് പറയിപ്പിക്കുക. അവക്ക് ഞാനൊന്ന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്താലും നിനക്ക് എന്താ കുഴപ്പമുള്ളത്? അതിന് അവക്കേട്ടൻ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നില്ല, എനിക്കെന്താ കുഴപ്പം? കുഴപ്പമില്ലാണ്ടാണോ അവള് നിന്നോട് ഡ്രസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ പിറുപിറുത്ത് മോന്തം പിറുപ്പിച്ച് പോയത്? മോന്തയും വീർപ്പിച്ച് പിറുപിറുത്ത് പോയിന്നോ? ആര്? ആരുന്നോ? നീ അല്ലാണ്ട് വേറെ ആര്? എടി, അവളെ കുറച്ചു ദിവസം സന്തോഷത്തോടെ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നീ ഇങ്ങനെയാണോ അവളോട് പെരുമാറേണ്ടത്? ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ശരിയാണോ തെറ്റാണെന്നുള്ള കാര്യം ഏട്ടനെ അന്വേഷിക്കണ്ടേ? അല്ലാണ്ട് ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് എന്നോട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നടക്കുക വേണ്ട. ഈ ഡ്രസ്സിന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. നിമിഷം എന്നോടൊന്നും വന്ന് ചോദിച്ചിട്ടൊന്നുമില്ല ഈ ഡ്രസ്സിനെ കുറിച്ചൊന്നും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്താ കുഴപ്പമില്ല. അപ്പൊ എന്റെ ഇതെന്താ നോണ പറയാ? കള്ളം പറഞ്ഞാണോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഏട്ടനൊരു കാര്യം ചെയ്യും, നിമിഷനോട് വരാൻ പറ, ഞാൻ ചോദിക്കാം അവളോട്. നീ വലിയ ആളവ് നോക്കുന്നു വേണ്ട. ഞാനിപ്പോ അവളെ വിളിച്ചിട്ട് നിന്റെ മുന്നിൽ അവളെ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് കണ്ടിട്ട് നിനക്ക് സന്തോഷിക്കണം അല്ലേ? എന്താ കൊറേ നേരമായല്ലോ രണ്ടാളും കൂടി ഇവിടുന്ന് ഒരു ഒച്ചപ്പാട്. മോള് വന്നത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ അവളോട് പറയാം അന്ന് തന്നെ തിരിച്ചു പോയിക്കോളാം. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട ഇവിടെ. ഇതുവരെ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആരും പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അമ്മ എന്താമ്മ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത്രയും മാസം ഒരുമിച്ച് നിന്നിട്ട് അമ്മയ്ക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? അങ്ങനെ എല്ലാവരുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിമിഷനോട് സംസാരിക്കാം.
അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കാര്യങ്ങള്. ഇനിയിപ്പോ അവളെ വിളിച്ച് ചോദിക്കാണ്ട് ഇവിടെ ആർക്കും സമാധാനം കിട്ടില്ലെങ്കിൽ ഞാനിപ്പോ അവളെ വിളിക്കാം. അതോടെ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. മോളെ, നിമിഷം എപ്പോഴെങ്കിലും എനിക്ക് ഏട്ടനെടുത്ത ഡ്രസ്സ് കാണിച്ചു തന്നിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഡ്രസ്സ് കാണിച്ചു തന്നില്ല. പിന്നെന്തിനാ ഏട്ടനോട് പറഞ്ഞ് എനിക്ക് ഡ്രസ്സ് കാണിച്ചു തന്നപ്പോ ഞാൻ മുഖം വീർപ്പിച്ചിട്ട് പെറുപെറുത്ത് നടന്നു എന്ന്? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. മോള് പറഞ്ഞില്ലേ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ അമ്മേന്റെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മ പഴഞ്ചനാണെന്നൊക്കെ നിഷ പറഞ്ഞു എന്ന്. അത് ശരിയാണോ? ഇല്ല, അവൾ അങ്ങനെയൊന്നും നേരിട്ട് പറഞ്ഞില്ല. പക്ഷെ അവളാ പറയുന്ന രീതിയൊക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവള് നിന്നെ എന്തൊക്കെയോ കാര്യത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്? എന്താ കാര്യം? നീ പറഞ്ഞോ, നീ ആരും നോക്കൊന്നും വേണ്ട, നമ്മുടെ ഒരു കുടുംബല്ലേ, എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ പോകാൻ പറ്റുമോ? നമുക്ക് പറഞ്ഞൊരു പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ചോദിച്ചാ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. അപ്പൊ നീ എത്ര ദിവസം ഞങ്ങളോട് എല്ലാവരോടും നുണ പറഞ്ഞു തരായിരുന്നു? ബാക്കിയുള്ളവരുടെ മനസ്സിൽ മുഴുവൻ വിഷം കുത്തി വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടെ വന്നത്? ഒരു പ്രശ്നമില്ലാണ്ട് കഴിഞ്ഞ കുടുംബമല്ലേ ഇത്? അവള് വന്ന അന്ന് മുതൽ തുടങ്ങിയത് അതും പറഞ്ഞു തന്നിട്ട് ഉള്ള മനസ്സമാധാനം മുഴുവൻ കളഞ്ഞത്. ഇതൊരു കാര്യം ഞാൻ പറയാം നിന്നോട്, മര്യാദയ്ക്ക് ഇവിടെ സമാധാനത്തോടെ വന്ന് നിന്നിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഇമാതിരി ചിന്തകളും കൊണ്ട് ഇങ്ങോട്ട് കയറാനാണെങ്കിലേ മോള് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിന്നോ, പിന്നെ ഇങ്ങോട്ട് വരണ്ട. അമ്മേ മതി, ഇനി അവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. നോക്ക്, അതെ എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഇവിടെ ഒരാൾ കൂടെ വന്നു എന്ന് വിചാരിച്ചിട്ടേ നിന്റെ സ്ഥാനത്തിനോട് ഒന്നും പറ്റിയിട്ടില്ല. അത് അങ്ങനെ തന്നെ ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എത്ര സന്തോഷമായെന്നറിയോ? അതിന്റെ ഇടയ്ക്ക് നീ ഇല്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, നീ നിന്റെ വില തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്ക്, എല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്ത് സന്തോഷം ഈ കുടുംബത്തിലുള്ളതെന്ന്. നീ ഓരോന്ന് മനുഷ്യന് പറഞ്ഞു തന്നിട്ട് എനിക്കിത് അവളോട് ദേഷ്യം, അവനാണെങ്കിലും അവളോട് മിണ്ടാണ്ട് നടക്കുക, അതിന്റെ ഇടയ്ക്ക് അവളെ സങ്കടം വേറെ, കുടുംബത്തിലെ സമാധാനം മുഴുവൻ പോയില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടിയത്? സ്വന്തം വീട്ടിലെ പോലെ തന്നെ ഒരു കുടുംബം ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കില്ലേ ഓരോ അച്ഛനമ്മമാരും ഒരു പെൺകുട്ടിനെ വേറെ വീട്ടിലേക്ക് അയക്കുന്നത്? ഇതിപ്പോ നാത്തൂനാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും ഒക്കെ സ്വന്തം കുടുംബവും കുടുംബക്കാരെയൊക്കെ വിട്ടിട്ട് വേറൊരു കുടുംബത്തിലേക്ക് വന്നവരായിരിക്കില്ലേ? അപ്പൊ പിന്നെ ആ വീട്ടിലേക്ക് വന്നായിരുന്ന ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. സോറി നിഷേ, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും മുമ്പിൽ ഞാനല്ലേ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് നീ വന്നപ്പോ എല്ലാരും നിന്നെ കൂടുതൽ സ്നേഹിക്കണ്ടപ്പോ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നി. അതുകൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല. മോളെ, തെറ്റുപറ്റിയത് എനിക്കാ. ഇതിപ്പോ അവള് പറഞ്ഞിരുന്നത് മാത്രം കേട്ടിട്ട് ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. പിന്നെ അവന്റെ കയ്യിലുണ്ട് തെറ്റ്. പെങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോ അത് ശരിയാണോ എന്നുള്ളത് നിന്നോടും കൂടി ഒന്ന് സംസാരിക്കണ്ടേ? ഇതന്നെയാണ് പല കുടുംബങ്ങളിലെയും പ്രശ്നം. ഒരു ഭാഗം മാത്രം കേൾക്കും, ഒന്നും അറിയാത്ത ഒരു പക്ഷത്തിന് മൊത്തം കുറ്റക്കാരും ആക്കും. പിന്നെ അങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരാനാ? ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചതുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമായി. ദാ ഒരു കാര്യം ഞാൻ പറയാം, മരുമോളും മോളും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഇനി അങ്ങനെ ഉണ്ടാകാനും പാടില്ല. പിന്നെ അവനെ നീ എങ്ങനെയാണോ സ്നേഹിക്കണം അതേപോലെ തന്നെ നീ അവളെയും സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവൂ. അത് ഇവിടെന്നല്ല, എവിടെയാണെങ്കിലും.